നന്മയുള്ള സിനിമ, ഒത്തിരി പേർക്ക് ഒത്തിരി മോട്ടിവേഷൻ നൽകുന്ന സിനിമ. ഒരു മോട്ടിവേഷനാണിത്. കാരണം ഇത് നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മുടെ പല പല ആക്ടിവിറ്റീസിന് പോകരുത്. ആ സ്വപ്നത്തിന് വേണ്ടി അവതരിപ്പിക്കാതെ കേരളത്തിന് കേരളം ഒന്ന് ഞാൻ റിയൽ സ്റ്റോറി എന്നാണ് പേര് കൊടുക്കേണ്ടത്. കേരള സ്റ്റോറി മാറ്റാം. റിയൽ സ്റ്റോറി അപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ കേരളം എന്ന് കൊടുത്തത് ചില അതിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19 അനുസരിച്ച് പേര് കൊടുക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളെ ദ്രോഹിക്കാൻ തോന്നുന്നുണ്ടോ? അവരെ ചെന്ന് അടിക്കാൻ തോന്നുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. മനസ്സിലായോ? ആവിഷ്കാരം ഉണ്ടാവാം, പക്ഷെ ഒരാൾക്ക് പ്രതികാരം അത് തോന്നി ആ സിനിമയിലുള്ള ഒരു കാര്യത്തെ കണ്ടിട്ട് നമുക്ക് ഒരാളോട് പ്രതികരിക്കാൻ തോന്നരുത്. ഇവിടെ ആർക്കും തോന്നില്ല. ഇത് കണ്ടിട്ടോ അയ്യോ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. അത് ഈ സിനിമ കാണാത്തവർ പറയണതാണ്. ഈ സിനിമയിൽ ബീഫ് വായിൽ കുത്തിക്കയറ്റി കൊടുക്കുന്നത്. ബീഫ് കഴിക്കാം, മറ്റൊരാൾക്ക് വായിൽ കുത്തിക്കയറ്റി കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടിനെ നിങ്ങളെ വായിക്കാത്ത കുത്തിക്കയറ്റി. കേരള സ്റ്റോറി എന്നുള്ള പേരാണ് പ്രശ്നം. ഈ സിനിമയ്ക്കകത്ത് ബീഫിനെ വായിക്കാത്ത കുത്തിക്കയറ്റി കൊടുക്കുന്നതാണ്. അത് ശരിയാണോ? ബീഫല്ല, ചിക്കൻ അല്ല, മട്ടൻ ആയാലും മീനായാലും ഒരാളുടെ വായിൽ കുത്തിക്കയറ്റി കൊടുത്തതാണ് പ്രശ്നം. മലയാളിയും നിങ്ങൾ വേർതിരിക്കാതെ ഇതിലൊരു നന്മയുണ്ട്. ആ സിനിമ ഒരു മോട്ടിവേഷനാണ്. അത് ഫ്യൂച്ചർ തലമുറ കണ്ടിട്ട് അവരുടെ പെൺമക്കളുള്ള പാരൻസ് പെൺമക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കുറെ കെയർ ചെയ്യുക. നിങ്ങൾ പ്രണയിച്ചോ, നിങ്ങൾ അതെ മലയാളികൾ ഇത് ഏറ്റെടുക്കണം. നിങ്ങൾ പറഞ്ഞ് ഏറ്റെടുപ്പിക്കണം. നിങ്ങൾ കാണാൻ പറ്റാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ മതി അവരോട്. ഇത് നിങ്ങൾ ഒരിക്കലും മതപരമായിട്ടോ മറ്റു രീതിയിൽ കാണരുത്. ഇതൊരു പെൺകുട്ടികൾ കാണുന്ന സ്വപ്നങ്ങളെ നശിപ്പിക്കുന്ന സിനിമ. പ്രണയമൊക്കെ അതിൻ്റെ ഇടയിലുള്ളതാണ്. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് ആ സ്വപ്നങ്ങളെ പ്രണയത്തിന്റെ പേര് മാറ്റി നിർത്തിയാൽ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്